നമുക്ക് ഉച്ചക്കേക്ക് ഇതുപോലൊരു റെസിപ്പി തയ്യാറാക്കി വെച്ചാലോ? ഇത് ഒരാഴ്ച കേടുകൂടാണ്ട് വെക്കട്ടോ. ഒരാഴ്ച അല്ല, ഒരു മാസം വരെ നമുക്കിത് കേടുകൂടാണ്ട് വെക്കാം. ഫ്രിഡ്ജിലോ അതുപോലെ തന്നെ പുറത്തൊക്കെ വെക്കട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 10-15 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ. നല്ല എരിവുള്ളതാണെന്ന് വെച്ചാൽ 10 ഒക്കെ മതിയാവും, അല്ലെങ്കിൽ 15 എടുക്കുക കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ ഒരു 2-3 വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടാൽ ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ചുവന്നുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയും ചിലവർ. അതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് 2 പിടി ചുവന്നുള്ളിയാണ്. അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് 2 പിടി കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനതൊന്ന് ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അഥവാ നമ്മളെടുത്ത് കുറേ ചുവന്നുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ആക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമ്മളെ ചൂടുവെള്ളമില്ലേ, നല്ല തിളച്ച വെള്ളം ഒഴിക്കാറുണ്ട്, ചൂടുവെള്ളം. എന്നാലും ചൂട് വേണം, നല്ലോണം തിളച്ച് പോകരുത് കേട്ടോ. ഒരു അരമണിക്കൂർ ഇതേപോലെ ഈ ഒരു ചൂടുവെള്ളത്തിലിട്ട് വെക്കുക വെച്ചാൽ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൈമിലേക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ട്, ചെയ്ത് നോക്കുക. ചുവന്നുള്ളിയൊക്കെ എളുപ്പം നമുക്ക് ഉരിഞ്ഞ് കിട്ടും കേട്ടോ. ചുവന്നുള്ളി ഞാനിവിടെ ഉരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി തന്നെ ഞാൻ വെളുത്തുള്ളീൻ്റെ തൊലി ഒഴിവാക്കിയത് കേട്ടോ. അതിൻ്റെ 2 ഭാഗവും ഞാൻ ചെത്തി കൊടുത്തിട്ട് വാല് ഭാഗവും അതുപോലെ തന്നെ തലഭാഗം ഉണ്ടാവുമല്ലോ വെളുത്തുള്ളീൻ്റെ 2 സൈഡ് ഭാഗവും നമ്മൾ കത്തിയെടുത്തിട്ട് മെല്ലെ കൊത്തി കൊടുത്തിട്ട് നമ്മളിതുപോലെ ചൂടുവെള്ളത്തിലിട്ട് കൊടുത്തതാണ്. അരമണിക്കൂർ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക വെച്ചാൽ എളുപ്പം തന്നെ നമുക്ക് തൊലി ഭാഗവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വേറെ കിട്ടും. അപ്പോൾ എളുപ്പമാണ് ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കാൻ കേട്ടോ. ഇതേപോലെ ചെയ്ത് വെക്കുക വെച്ചാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനും എളുപ്പമാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ മുഴുവനായിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ഈ ഒരു ചോപ്പറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ചുവന്നുള്ളി ഫസ്റ്റ് തന്നെ ആക്കിയെടുക്കുക കേട്ടോ. ചുവന്നുള്ളി വേറെ തന്നെ ആക്കിയെടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്നായിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കല്ലുമ്മക്കായിലെ കടുക്ക അത് ഇതേപോലെ ഉരിഞ്ഞിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ലുമ്മക്കായി ഉരിക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായി വെച്ചിട്ടുള്ള അച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക വെച്ചാൽ ഇത് നമുക്ക് മീനില്ലെങ്കിലും ഈ ഒരു അച്ചാർ മാത്രം മതിയാവും കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്തൊന്നും വേണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ തന്നെ കസൂരി മേത്തി ഇട്ടാൽ അത്ര മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചിക്കൻ മസാല പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ. എന്നിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഒരു പാത്രം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നല്ലെണ്ണ ചേർക്കുന്ന സമയത്താണ് ഈ ഒരു അച്ചാറിന് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചൂടായതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നല്ലോ. ഈ ഒരു ചുവന്നുള്ളി നല്ലോണം ചുവന്ന് വന്നോട്ടെ. ചുവന്ന് വന്ന് കഴിഞ്ഞാലാണ് നമ്മൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ചുവന്നുള്ളി നല്ലോണം മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് കോരി മാറ്റാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മളെ കല്ലുമ്മക്കായില്ലേ അതിട്ട് കൊടുക്കാം. ഇതിപ്പം മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അതിപ്പം 3 പാർട്ടായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതാ ഇത് മൂടി വെച്ചെന്തിനാന്ന് വെച്ചാൽ സൈഡ് ഭാഗം ഒഴിവാക്കിയിട്ട് മൂടി വെച്ചെന്തിനാന്ന് വെച്ചാൽ സൈഡിലേക്കൊക്കെ തെറിക്കുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നോളൂ. മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. നല്ലോണം മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് കോരി മാറ്റാവും. എന്നാലാണ് അച്ചാറിലേക്ക് ഇടുന്ന സമയത്ത് അച്ചാർ കേട് കൂടാണ്ട് നിൽക്കും കേട്ടോ. അതിനും വേണ്ടിയിട്ടാണ് നല്ലോണം മുരിഞ്ഞ് വന്നോട്ടെ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കടുക്ക കൊണ്ട് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ. വേറെ ഏതെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കടുക്കുള്ളതിനെ കൊണ്ട് ഞാൻ കടുക്ക കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മളെ കടുക്കൊന്നും കൂടി ഞാൻ ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ കിട്ടണം കേട്ടോ. നല്ലോണം മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടിയാൽ തന്നെ. അപ്പോൾ ഇതാ നമുക്ക് കോരി മാറ്റാം. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കടുക്ക ഇതേപോലെ മുരിഞ്ഞ് കിട്ടിയാൽ. അതുപോലെ തന്നെ നമുക്ക് ചെമ്മീനുണ്ട്, ചെമ്മീനുണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കടുക്ക മുഴുവനായിട്ട് ഞാനിവിടെ കോരി മാറ്റട്ടെ. മുഴുവൻ കടുക്കയും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാൻ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൽ കാണുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ചുവന്നുള്ളി ഞാൻ അതിൽ നിന്ന് മാറ്റി കൊടുത്തതാണ്. ഇനി ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു അച്ചാർ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ബാക്കി നല്ലെണ്ണ ഇല്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇല്ലേ അതിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലൊട്ടും തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല. നല്ലെണ്ണ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലെണ്ണ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി എടുക്കുകയെന്ന് വെച്ചാൽ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ കടുക്കല്ലേ നേരത്തെ കല്ലുമ്മക്കായി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു എന്താ കല്ലുമ്മക്കായിൻ്റെ അകത്തുള്ള എണ്ണ കടന്നിട്ട് തന്നെ ആ ഒരു ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്നും കൂടി വാടി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ചുവന്ന മുളകില്ലേ നമ്മൾ സാദാ മുളകും അതുപോലെ തന്നെ 2 ടീസ്പൂണ് നമ്മൾ അച്ചാർ പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഈ ഒരു അച്ചാർ പൊടി അതുപോലെ തന്നെ ചുവന്ന മുളകൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുപ്പി സുർക്കാന്ന് കേട്ടോ. സുർക്കാന്ന് വെച്ചാൽ വിനാഗിരി, പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിനു കേട്ടോ. അത് നമ്മളവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലാണേ, അതിനെക്കൊണ്ട് കുഴപ്പമില്ല. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതേപോലെ തന്നെ ഒന്നും കൂടി അതിൻ്റെ ഒരു പച്ച ചോയ വിടുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് വരട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. എന്നിട്ട് ശേഷം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഇത് മുങ്ങി നിൽക്കുന്ന പാകത്തിൽ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. എന്നാലാണ് അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരൂ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാട് കഴിക്കുന്ന സമയത്ത് ഇതിനൊരു ടേസ്റ്റ് തോന്നില്ല കേട്ടോ. പക്ഷേ വെക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടുന്ന ഒന്നാണ് ഈ ഒരു അച്ചാർ കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കടുക്ക അച്ചാർ. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊന്ന് അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.